ഹലോ കൂട്ടുകാരെ. നമ്മൾ കുറച്ച് ദിവസമല്ല നമ്മൾ കുറേ സ്റ്റോറീസ് കിട്ടട്ടെ. ഇന്ന് നമ്മൾ പറയുന്ന സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സ് സീരീസിൽ തന്നെ 2021 പുറത്തിറങ്ങിയ ടോപ്പ് ലെവൽ സീരീസാണ് ആർക്കെയിൻ. ഇതിൽ 2 സീസണുകളാണ് നിലവിലുള്ളത്. എനിക്ക് ഏറ്റവും ഇമോഷണൽ ആയിട്ട് കണക്ഷൻ വന്നിട്ടുള്ളത് സീസൺ 1 ലീഗ് ഓഫ് ലെജൻഡ്സിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സീരീസ് ഇറങ്ങിയിട്ടുള്ളത്. ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് സീരീസിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ കാണുന്നത് ഒരു യുദ്ധം നടക്കുന്ന സ്ഥലത്ത് കൂടി 2 പെൺകുട്ടികൾ നടന്നു പോകുന്നതാണ്. ആ ടൈമിൽ സോൾജർ ഫൈറ്റ് ചെയ്യുന്നത് ഇവർ കാണുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് ഒരു മനുഷ്യൻ വരുന്നു. അപ്പൊ ആ കൊച്ച് എൻ്റെ അമ്മ എന്തേ എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം അമ്മയുടെ ഡെഡ് ബോഡി കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ടതും അവർക്ക് ഒരുപാട് വിഷമമാവുന്നു. ഇവിടെ ഇവരെ നിർത്താതെ അദ്ദേഹം അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇദ്ദേഹത്തിന്റെ പേരാണ് വണ്ടർ. അടുത്ത സീനിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇവർ വളർന്ന് ഒരു പട്ടണത്തിൽ എത്തുന്നു. അവിടെ ചെന്ന് അവിടുത്തെ സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. ആ പെൺകുട്ടികൾ, മൂത്തവളുടെ പേരാണ് വയലറ്റ്, രണ്ടാമത്തെ ആള് പൗഡർ. ഇപ്പോൾ അവർ ഒരു ബിൽഡിങ്ങിന് മുകളിലാണ് നിൽക്കുന്നത്. അവിടെ വെച്ച് ഒരു എയർഷിപ്പിനെ കാണുകയാണ്. ഇത് കണ്ടതും പൗഡർ പറയുന്നു, ഞാനും ഒരു ദിവസം ഈ ഷിപ്പ് ഓടിക്കും. ഇത് തന്നെ അവരും പറയുന്നുണ്ട്. ഇതിനുശേഷം വിൽ വേറൊരു ബിൽഡിങ്ങിലേക്ക് ചാടുന്നു. അതുപോലെ അവരുടെ കൂട്ടുകാരും ചെയ്യുകയാണ്. എന്നാൽ പൗഡർ ഇത് കണ്ട് പേടിച്ച് അവിടെ നിൽക്കുന്നു. ഇത് കണ്ട് വിൽ അവളോട് പറയാണ്, ധൈര്യമായിട്ട് ചാടിക്കൂ, പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇത് കേട്ടതും പൗഡർ ബിൽഡിങ്ങിന്റെ പൊക്കത്ത് നിന്ന് ചാടുകയാണ്. അവിടെ എത്തി ബാൽക്കണി തുറന്ന് അവർ കയറിയാണ്. ഇപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നതും വിലയെടുപ്പുള്ള സാധനങ്ങളെല്ലാം നോക്കി കണ്ടുപിടിച്ച് ബാഗിലേക്ക് ഇടുന്നു. അവിടുത്തെ സാധനങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇതൊരു സയന്റിസ്റ്റിന്റെ വീടാണെന്ന്. പൗഡർ സാധനങ്ങൾ എടുക്കുന്ന ടൈമിൽ ഒരു ബോക്സ് കിട്ടിയാണ്. ആ ബോക്സ് തുറന്നപ്പോൾ ബ്ലൂ കളറിലുള്ള കുറെ സ്റ്റോൺ എടുക്കുന്ന ടൈമിൽ പുറത്തു നിന്ന് ആരോ വരുന്ന സൗണ്ട് കേട്ടതും പൗഡർ ഓടി രക്ഷപ്പെടുകയാണ്. ഇതിനിടയിൽ ഒരു സ്റ്റോൺ താഴെ വീണതും അത് പൊട്ടിത്തെറിക്കുകയാണ്. ഈ സൗണ്ട് കേട്ടതും പോലീസുകാർ ആ പിള്ളേരാണെന്ന് മനസ്സിലാക്കിയ ശേഷം അവരെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവരെ കണ്ണ് വെട്ടിച്ച് ഒരു ഡ്രെയിനേജിന്റെ ഉള്ളിലേക്ക് വീഴുന്നു. എന്നിട്ട് തിരിച്ച് വീട്ടിൽ പോണ വഴിക്ക് കുറച്ച് പിള്ളേര് അവരെ തടഞ്ഞു. നിങ്ങൾ എടുത്ത സാധനം തിരിച്ചു കൊടുക്കാൻ പറയുകയാണ്. വില്ല് ബാഗ് എടുത്ത് അതിലൊരുത്തന്റെ മുഖത്തടിക്കുന്നു. ഇപ്പോൾ അവരെല്ലാവരും ഫൈറ്റ് ആവുകയാണ്. ഈ ടൈമിൽ വില്ല് ബാഗ് പൗഡറിനെ ഏൽപ്പിക്കുന്നു. എന്നാൽ അത് കണ്ട് ഒരുത്തൻ പൗഡറിനെ പിടിക്കാൻ പുറകെ ഓടുകയാണ്. പൗഡർ ഓടി ബ്രിഡ്ജിന്റെ അവിടെ എത്തിയപ്പോൾ ഇനി പോകാൻ വേറെ വഴിയില്ലെന്ന് മനസ്സിലായതും അവൾ ആ ബാഗ് എടുത്ത് പുഴയിലേക്ക് വലിച്ചെറിയുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോന്നു. എന്നിട്ട് അവരവിടെ ലിഫ്റ്റിലേക്ക് കയറി അണ്ടർഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. അവിടെയാണ് അവരുടെ വീടുള്ളത്. ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് 2 തരമാണ്. ഒന്ന് അണ്ടർഗ്രൗണ്ട് സിറ്റിയിൽ നിന്ന് വരുന്ന ആൾക്കാരും 2 അപ്പർ സിറ്റിയിൽ വരുന്ന ആൾക്കാരുമാണ്. അടുത്ത സീനിൽ വാൻഡറിനെ കാണിക്കുകയാണ്. അയാൾ ഒരു ബാറിന്റെ ഓണറാണ്. അയാളുടെ ബാറിൽ 2 പേര് ചേർന്ന് ഒരാളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അയാൾ അതിന്റെ പണം ചോദിച്ചപ്പോൾ വളരെ കുറഞ്ഞ പണമാണ് കൊടുത്തത്. അയാളെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം കണ്ട് വാൻഡർ ആ പ്രശ്നത്തിലേക്ക് ഇടപെടുകയാണ്. ഇദ്ദേഹം ഇവരോട് പറയാണ്, ഇയാൾക്ക് കൊടുക്കേണ്ട പണം കൊടുക്കണം, അല്ലാതെ നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ എന്ന് വിചാരിക്കുകയേ വേണ്ട. ഈ ടൈമിൽ വയലറ്റ് ഫ്രണ്ട്സും ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇവരെ കാണുമ്പോൾ വാൻഡർ ഇവരുണ്ടാക്കി വെച്ച പ്രശ്നത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ആ ഏരിയയിൽ പോവല്ലേ എന്ന്. ഇനി എന്തൊക്കെയാ പ്രശ്നങ്ങൾ വരാൻ പോണതെന്ന് വല്ല ബോധമുണ്ടോ? ഇത് കഴിഞ്ഞ് വാൻഡർ ജോർജിനെ വിളിച്ച് വാൻഡറിന്റെ ഫ്രണ്ടിന്റെ കടയിലേക്ക് പോകുന്നു. പിന്നീട് അവന്റെ ഫ്രണ്ട് ബെൻസോവിന്റെ അടുത്ത് പറയാണ്, അവർ സാധനങ്ങളായി തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ചു പേര് ചേർന്ന് അവരെ അറ്റാക്ക് ചെയ്തു. ഈ ടൈമിൽ കെയിൽ ബെൻസോവിന്റെ മോന്റെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് ഞങ്ങളുടെ വീട്ടിൽ ഇത്രയധികം സാധനങ്ങൾ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? കാൽഗോർ ഇത് എക്കോനോട് ചോദിച്ച കാരണം അവൻ അവർക്ക് വീടും സ്ഥലവും പറഞ്ഞു കൊടുത്തത്. അപ്പോൾ എക്കോ പറയാണ്, ഞാൻ ഷോപ്പിൽ വെച്ച് 2 പേര് സംസാരിച്ചപ്പോൾ കേട്ടതാണ്. അവരവിടെ സംസാരിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് 2 സോൾജേഴ്സ് വരുന്നു. ബെൻസിന്റെ കടയിൽ കയറിയിട്ട് പറയാണ്, ഞങ്ങൾ 4 കള്ളന്മാരെ അന്വേഷിക്കാൻ ഇറങ്ങിയതാണ്. ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ വെൻഡർ പറയും, ഇല്ല, എനിക്കറിയില്ല. ശരി, ഇന്ന് ആരെയും ഞാൻ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ ആർമി വരും എന്ന് സോൾജേഴ്സ് പറയാണ്. അപ്പോഴും വാൻഡർ ഇതൊന്നും പറയാൻ കൂട്ടാക്കിയില്ല. ഇതെല്ലാം കഴിഞ്ഞ് വയലറ്റും പൗഡറും ബിൽഡിങ്ങിന് മുകളിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ പൗഡർ അടിച്ചു മാറ്റിയ സ്റ്റോൺ കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ഈ സ്റ്റോൺ നമുക്ക് വാൻഡറിനോട് പറയണ്ടേ? വേണ്ട, ഇത് നമ്മൾ അറിയുന്ന ഒരു സീക്രട്ട് ആയിട്ട് ഇരിക്കട്ടെ.
ഇനി ഈ എപ്പിസോഡിന്റെ അവസാനം ഇവരെ ആക്രമിച്ച പയ്യനെ കുറച്ചു പേര് ചേർന്ന് കെട്ടിയിട്ടിരിക്കുകയാണ്. കാരണം ഏൽപ്പിച്ച ജോലി കംപ്ലീറ്റ് ചെയ്തില്ല. ഇപ്പോൾ അതിലൊരുത്തൻ ഒരു ഡേഞ്ചറസ് സൊല്യൂഷൻ ഉണ്ടാക്കി കാണിക്കുന്നു. അത് അദ്ദേഹം ഒരു എലിയുടെ മേത്ത് ടെസ്റ്റ് ചെയ്യാണ്. ആ എലി സൊല്യൂഷൻ കുടിക്കുകയാണ്. അതിന്റെ മുന്നിലേക്ക് പൂച്ചേനിട്ട് ഡോർ അടയ്ക്കുന്നു. ഈ സെറം കുടിച്ചതും ആ എലിക്ക് പവർ കൂടുകയാണ്. ഒരു ജീവിയായി മാറി ആ പൂച്ചനെ കൊന്നുകളയാണ്. ഇതാണ് ആർക്കേന്റെ സീസൺ 1 ഫസ്റ്റ് എപ്പിസോഡിന്റെ എൻഡിങ് എന്ന് പറയുന്നത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. Surface. More lives may be lost. The Undercity. Then we have to go in by force.